പക്ഷേ സ്വന്തം പാർട്ടിയിലെ യുവ നേതാക്കൾക്ക്, വനിതാ നേതാക്കൾക്ക് പോലും ഇയാളെ കൊണ്ട് ശല്യമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ അങ്ങനെയാണെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കാൻ മാർഗമുണ്ട്. ഈ ശല്യം എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഒരാൾക്ക് ശല്യം ചെയ്യാൻ പറ്റുക? രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായിട്ട് ഏതെങ്കിലും സ്ത്രീയെ കയറി പിടിച്ചു എന്ന് ആരുടെയും കംപ്ലൈൻ്റ് ഇല്ല. ഓഫീസിൽ വെച്ച് ഉപദ്രവിച്ചു എന്നില്ല. പൊതു രംഗത്ത് പരിപാടികളിലോ അവിടെ ഇവിടെ വെച്ച് ആരെങ്കിലും ഉപദ്രവിച്ചു എന്ന് അങ്ങനെയില്ല. അപ്പോൾ പിന്നെ എന്താ ഇതുപോലെ മെസ്സേജ് അയക്കുന്നു? ഈ മെസ്സേജ് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം. എന്താ അത് ഉപയോഗിക്കാത്തത്? ബ്ലോക്കിംഗ് ഫെസിലിറ്റി എല്ലാത്തിലും ഉണ്ടല്ലോ. ഫേസ്ബുക്കിലുണ്ട്, വാട്സാപ്പിലുണ്ട്, സകലതിലും ബ്ലോക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരാളിനെ. അപ്പോൾ അതിങ്ങനെ വെറുതെ പരത്തി പറയുന്നു, ഇയാളെ കൊണ്ട് കിടക്കപ്രതിയില്ല എന്നൊക്കെ പറയുന്നത് ഒരു പറച്ചിലാണത്. ഈ ഒരാൾ വീഴുമ്പോൾ ഒരുപാട് പേർക്ക് ഇതൊക്കെ പറയാനൊക്കെ ഉണ്ടാവും. അതാണ് ഞാനിതൊരു ഇൻസൈഡർ ജോബാണെന്ന് സംശയിക്കാൻ കാരണം. ഇൻസൈഡർ ആണെങ്കിൽ തന്നെ കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾക്ക് ബന്ധമുണ്ടാവുമോ? അങ്ങനെ ആയിരിക്കുമോ? ഉണ്ടാവണം. ഈ കോൺഗ്രസ് എന്നാണ് ഇത്ര വലിയ പുണ്യവാളന്മാരേത് എനിക്കറിയില്ല. കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് നെഹ്റുവിയൻ വിഭാഗം, നെഹ്റുവിന് ഇല്ലാത്ത ഇല്ലിജിറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എഡ്വിൻ ആ മൗണ്ട് ബാറ്റനുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ എഡ്വിനേക്ക് ഇതിൽ പരാതിയില്ല, മൗണ്ട് ബാറ്റന് പരാതിയില്ല, പിന്നെ നാട്ടുകാർക്ക് എന്താ പരാതി? അങ്ങനെ തുറന്നു. അതുകൂടാതെ വേറെയും നെഹ്റുവിൻ്റെ ഒരുപാട് ലിസ്റ്റിൽ മറ്റ് സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നു മുതൽ തുടങ്ങിയ ഒരു നെഹ്റുവിയൻ കോൺഗ്രസ് പാരമ്പര്യം പലരും പിന്തുടരുന്നു. അപ്പോൾ അത് ചിലരൊന്നും അത് ചെയ്യുന്നില്ല. ഇതിന് മാന്യന്മാരില്ലേ ഉണ്ട്. വി.ഡി. സതീശൻ എന്ന് പറഞ്ഞു, എങ്ങനെ നിന്നാലും ഞങ്ങൾക്കും പറയാനുണ്ട് എന്നുള്ള, അതായത് ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിച്ചത്. ഭീഷണിയുടെ സ്വരമായിരുന്നില്ല, ഭീഷണി തന്നെയായിരുന്നു അത്. അങ്ങനെ കാളയും കൊണ്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ പോകുന്നു. പിന്നെ CPM അങ്ങനെ സൂചിക്കേണ്ട വെച്ചിട്ടുണ്ട് ഞാൻ. കേരളം ഞെട്ടിക്കുന്ന വാർത്ത വരും എന്നൊക്കെ. ഇത് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ആ സസ്പെൻസ് അങ്ങ് പോയി. ഇതാരും അറിയാതെ ഒരു ദിവസം പൊട്ടിപ്പുറപ്പെടുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു സസ്പെൻസും ആളുകളും ഞെട്ടലും. ഇപ്പോൾ ഇനിയിപ്പോൾ ഈ വാർത്ത വന്നു കഴിഞ്ഞാൽ MP ഗോവിന്ദൻ പറയും, ഇത് എന്നാ സതീശൻ പറഞ്ഞു. അത് തന്നെ, സതീശൻ ഒരുക്കി അയച്ച ആളാണ്, പോയി പണി നോക്കാൻ പറ, ഞാനതിലൊന്നും കുലുങ്ങാൻ പോണില്ല എന്ന് പറയും. ഇതാണ് ആരാണെങ്കിലും പറയും, സതീശൻ ഓർഗനൈസ് ചെയ്താണ്. സതീശൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, ഞാൻ ചിലതൊക്കെ റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട് നോക്കിക്കോ എന്ന് പറഞ്ഞതാണല്ലോ. എന്താ സതീശൻ ഇങ്ങനൊരു വിഡ്ഢിത്തരം കാണിക്കാൻ എന്താ കാരണം എന്ന് എനിക്കറിയില്ല. ഒരാവേശത്തിൽ പറഞ്ഞു പോയായിരിക്കണം. ഏതായാലും ആ പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇനി ആ പടക്കം പൊട്ടാൻ പോകുന്നില്ല, ചീറ്റിപ്പോവും. അതിൻ്റെ സസ്പെൻസ് എലമെൻറ്റ് കളഞ്ഞില്ലേ, മഹാമണ്ഡത്തരമായി ഉപയോഗിച്ചത്. ഇതിപ്പോൾ MLA സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല. MLA സ്ഥാനം ഒരു ഓഫീസല്ല, അത് ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. മന്ത്രിയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഒരു ഓഫീസാണ്, മിനിസ്റ്റേഴ്സ് ഓഫീസ്. MLAയുടെ ഓഫീസ് എന്നൊക്കെ എഴുതി വയ്ക്കുമെങ്കിലും അത് ലീഗലി ഒരു ഓഫീസല്ല. ഹീ ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ റെസ്പെക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസി. MLAയുടെ ജോലി എന്താ? നിയമനിർമ്മാണമാണ് MLAയുടെ ജോലി. അല്ലാതെ പാലവും റോഡും ഉണ്ടാക്കലൊന്നും MLAയുടെ ജോലിയല്ല. MLA വിചാരിച്ചാൽ നടക്കില്ല. ആൾക്കാരുടെ അന്ധവിശ്വാസമാണ് MLAയ്ക്ക് ആ കഴിവുണ്ടെന്ന്. പലരുടെയും കാല് പിടിച്ച് എന്തെങ്കിലും വല്ല എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാല് പിടിക്കാനൊക്കെ MLA ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ ഒഫീഷ്യലി വെൻ ദ പവർ ഫ്ലോസ് ഇറ്റ് ഡസൻ ഫ്ലോ ത്രൂ MLA, ഇറ്റ് ഫ്ലോസ് ത്രൂ ഡിസ്ട്രിക്ട് കളക്ടർ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. ഇങ്ങനെയാണ് പവറും മണിയും ഫ്ലോ ചെയ്യുന്നത്. അതിൽ MLAയ്ക്കോ MPക്കോ ഒരു റോളുമില്ല. അതുകൊണ്ടാണ് MLA ഫണ്ട് MP ഫണ്ട് എന്ന് പറഞ്ഞ് വേറെ കാശ് അവർക്ക് കൊടുക്കുന്നത്. എന്തെങ്കിലും പണി ചെയ്ത് വല്ല ഹൈ മാസ്റ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്ത് കാശുണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ മെയിൻ പ്രക്രിയയിൽ ഇവർക്ക് പങ്കില്ല. സോ MLA എന്ന് പറയുന്നത് ഒരു ഓഫീസല്ല, റെപ്രസെൻറ്റേറ്റീവാണ്. അത് ഇയാൾ രാജിവെച്ച് കഴിഞ്ഞാൽ അത് വോട്ട് ചെയ്തവരോട് ചെയ്യുന്ന ഒരു അന്യായമാണ്. ഇപ്പോൾ പബ്ലിക്കിനോട് പലരും അഭിപ്രായം ചോദിച്ചിരുന്നു. പബ്ലിക് വളരെ ചുരുക്കം പേര് മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നുള്ളൂ. യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് സ്ഥാനം രാജിവെക്കണോ വേണ്ടോ എന്നുള്ളത് അവരുടെ പാർട്ടിയുടെ ഇൻറ്റേർണൽ ഒരു തീരുമാനമാണ് തന്നെ.
ഇതാണ് ആ മൊത്തം ബഹളത്തിൻ്റെ ചുരുക്കം ഇത്രയാണ്.